ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ച ഡൈമയില്ലേ അല്ലേ? കുഞ്ഞു കളിക്കണതൊക്കെ ഉണ്ട്. അച്ഛമ്മയുടെ ചേച്ചി തന്നെ മോമക്കുട്ടിയുടെ കൂടെ കുഞ്ഞു കളിക്കാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യൂ, ഷെയർ ചെയ്യൂ. വീഡിയോ മുഴുവനായി കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം, അല്ലേ കുഞ്ഞു? അപ്പോൾ കുഞ്ഞുവിൻ എപ്പോഴും ചോദിക്കും എത്ര പേര് കണ്ടു അമ്മ, എത്ര പേര് കണ്ടു അമ്മ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇത്ര പേരെ കണ്ടിട്ടുള്ളൂ പറയുമ്പോൾ കുഞ്ഞു ഭയങ്കര വിഷമം. വേറെയുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ കൂടുതൽ പേര് കാണല്ലോ, നമ്മളെ വീഡിയോ മാത്രം എന്താണ് ഇത്ര പേര് മാത്രമേ കാണുള്ളൂ എന്ന് ചോദിക്കുക. അപ്പം നമ്മളോട് ഇത്ര പേർക്ക് ഇഷ്ടമുള്ളൂ എന്ന് ഞാൻ കുഞ്ഞിനോട് പറയുമ്പോൾ കുഞ്ഞു ഭയങ്കര സങ്കടം തോന്നും അല്ലേ? അപ്പോൾ എനിക്ക് നല്ല ജലദോഷമുണ്ട്, കടഞ്ഞു. അന്ന് കല്യാണത്തിന് പോയിരുന്നു. കണ്ടില്ലേ കുഞ്ഞുവിനെ കല്യാണത്തിന് കണ്ടില്ലേ? അപ്പൊ എല്ലാരും വീഡിയോ മുഴുവൻ കുറെ ചേച്ചിമാരും ഏട്ടന്മാരൊക്കെ ഒന്ന് കല്യാണത്തിന് പോയപ്പോ ബിരിയാണി ഐസ്ക്രീം ഒക്കെ കഴിച്ചു കുഞ്ഞൂലേന്ന്. അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനായി കാണും, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. പുതിയ വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം വരുന്നതായി. ബൈ. ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഡേ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ ഇപ്പോൾ എന്ന് ഡേ മൈ ലൈഫാണ്, ഇപ്പോൾ എന്താ ഒരു പ്രത്യേകതയില്ല. ഒരു ദിവസം എൻ്റെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു അതും ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ഡേ മൈ ലൈഫിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആഡംബരമായിട്ടോ വേറെ വീഡിയോകളെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വീഡിയോ വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറെ പുറത്തേക്ക് പോണതോ അങ്ങനെയൊന്നും എൻ്റെ വീഡിയോയിലില്ല. എൻ്റെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതാണ് എൻ്റെ ഡേ മൈ ലൈഫ്. നിങ്ങൾ വേറെ വീഡിയോ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വീഡിയോയിൽ കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാലും സാധാരണ എൻ്റെ വീട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ചെയ്യുന്നതുമുണ്ട്. അത് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. രാവിലെ ഒരു 5:45 എണീച്ചു. നേരത്തെ നീക്കുന്ന സ്വഭാവം നിൽക്കില്ല. 5:30 അത്ര ഉള്ളൂ. ഞാൻ ജോലിക്ക് പോണ സമയത്ത് 5 മണിക്ക് നീച്ചിരുന്നു. ഇപ്പം അത്ര അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് രാവിലെ നീച്ചു, ഒരു കോപ്പ വെള്ളം കുടിച്ചതിന് ശേഷം എനിക്ക് വേനൽക്കാലമല്ലേ, അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ മൂത്രപ്പഴുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ദൈവം സഹായിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് എൻ്റെ ഓർമ്മയിൽ നന്നായിട്ട് ഉണ്ടാവുകൊണ്ട് ഞാൻ നല്ല വെള്ളം കുടിക്കും, വെറും വയറ്റില്ല. നീച്ച ഉടനെ പല്ല് തേച്ചിട്ട് കേട്ടോ, പല്ല് തേക്കാതല്ല, പല്ല് തേച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉപ്പുമാവിലേക്ക് ഉള്ളി നുറുക്കുക, ഉള്ളി ഇഞ്ചി അങ്ങനത്തെ ഉണ്ടല്ലോ അതൊക്കെ ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നുറുക്കിയിട്ട് എന്താ പറയുക, ഒന്ന് ഉപ്പുമാവ് വയ്ക്കണം. അപ്പോൾ അതിലേക്കൊക്കെ അമ്മയ്ക്ക് നുറുക്കി കൊടുക്കണം. അമ്മയാണ് ഉപ്പുമാവ് വയ്ക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ നുറുക്കി കൊടുത്ത് അമ്മ ഉപ്പുമാവ് വയ്ക്കും. അപ്പോൾ അതൊക്കെ നുറുക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിച്ചു വരാൻ പോവുകയാണ്. അതാണ് മുറ്റത്ത് വലിയ കുപ്പിയൊന്നുമില്ല, കാരണം വൈകുന്നേരം അടിച്ചോരിയിരുന്നു ഇന്നലെ വൈകുന്നേരം. കാരണം നന്നായിട്ട് കാറ്റ് വീശിയിട്ട് നിറച്ചു കുപ്പിയായിരുന്നു. അതായത് ഞങ്ങൾ മുറ്റത്ത് ഒന്നും വലിയ മരമില്ലെങ്കിലും അപ്പുറത്തൊക്കെ തൊടിയിട്ട കംപ്ലീറ്റ് കുപ്പ ഞങ്ങൾ മുറ്റത്തേക്ക് വരും. അതേമാതിരി ഞങ്ങൾ റോട്ടിലേക്കും വരും. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടിച്ചുവരിയേ പറ്റുള്ളൂ, വേനൽക്കാലത്ത് മാത്രം. പിന്നെ ഞങ്ങളെ മുറ്റത്ത് നിറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിറച്ച് കുപ്പ. അപ്പം 2 നേരം ഈ പട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം 2 നേരം അടിച്ചു വരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീട് പണി കാരണം കൊണ്ട് ആ മരമൊക്കെ മുറിച്ചു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പുതിയ വീട് വയ്ക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ മുറിച്ചുകൊണ്ട് ഇപ്പം അത്ര കുപ്പയില്ല. എന്നാലും ഞങ്ങളടുത്ത് റബ്ബറുണ്ട്, അതിൻ്റെ കുപ്പുണ്ട്, അതൊക്കെ വരാറുണ്ട്. അപ്പോൾ നല്ല കാറ്റ് വീശ നല്ല കുപ്പ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അടിച്ചോരി ഇന്നലെ വൈകുന്നേരം അതൊക്കെ അടിച്ചോരി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നും ചെറുതായിട്ട് രാത്രിയൊക്കെ വീശുമ്പോൾ ചെറിയ രീതിയിൽ കുപ്പുണ്ട്. അപ്പോൾ നമ്മൾ വീടല്ലേ ഇന്ന് അടിച്ചു വരണ്ടേ, നമ്മളതൊക്കെ അടിച്ചോരണതാണ്. ചിലപ്പോൾ സമയമില്ലെങ്കിൽ ഞാനത് വൈകുന്നേരം ചെയ്യുള്ളൂ. പക്ഷേ ഇന്ന് അത്യാവശ്യം കുപ്പുണ്ട്. അപ്പം ശരി, ഞാൻ രാവിലെ തന്നെ അതൊക്കെ അടിച്ചോരി. ഇന്നലെ അടിച്ചോരി, ഇന്നും അടിച്ചോരി. ഇതാണ്ടോ, അടിച്ചോരി വരുമ്പോഴേക്കുണ്ട് എത്ര കുപ്പ വന്നു. അപ്പം അങ്ങനെ
പിന്നെ ഞങ്ങളിവിടെ കുപ്പ കത്തിച്ച് കളയൊന്നുമല്ല, ഒന്നല്ലെങ്കിൽ തെങ്ങിൻ്റെ ചോട്ടിലിടും അല്ലെങ്കിൽ കവുങ്ങിൻ്റെ ചോട്ടിലിടുക വെച്ചിരിക്കുക. കത്തിക്കണ ശീലം ഞങ്ങൾക്കില്ല. അപ്പോൾ അങ്ങനെ അടിച്ചുവാരി കൂട്ടണതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം, എൻ്റെ സൗണ്ടിന് വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് ജലദോഷം ഉണ്ടെന്നൊരു കല്യാണത്തിന് പോയി തിരിച്ച് വന്നപ്പോഴേക്ക് വെയിലും കൊണ്ട് നീരിറങ്ങി. അപ്പോൾ നല്ല ജലദോഷമാണ്. അപ്പോൾ സൗണ്ടിൽ കുറേ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ ക്ലിയറിൻ്റെ കമ്മിയൊക്കെ ഉണ്ടാവും, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പം നമ്മളെ അടിച്ചുവാരൽ പണി കഴിഞ്ഞു കിട്ടുമോ ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുൾ അടിച്ചുവാരിയാണ്. ഇത് സിറ്റ് ഔട്ടാണ് ഞങ്ങളുടെ. അതെന്താ ചോദിക്കുക, ആ മുട്ടിൽ അത് ഞങ്ങളെ വീട് പണിക്കുള്ള മരങ്ങളൊക്കെ ഇല്ലേ, മില്ലിൽ നിന്ന് ഈർന്ന് കൊടുന്നിട്ടുള്ളതാണ്. ജനൽ, വാതിൽ, കട്ടിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മരങ്ങളാണ് ആ മുക്കിൽ. അപ്പോൾ അത്രയും ഭാഗം എനിക്ക് അടിച്ചു വരണ്ട, തുടയ്ക്കണ്ട. അവിടെ നിന്ന് ഇത്ര കുറച്ച് ഞാൻ ക്യാമറ വെച്ച ഭാഗം മാത്രമേ എനിക്ക് അടിച്ചു വരണ്ടുള്ളൂ. ആദ്യം കുറച്ച് തോനുണ്ടായിരുന്നു സിറ്റ് ഔട്ട്. അപ്പോൾ ഇതൊക്കെ മഴയും ഇതൊക്കെ തട്ടുള്ളൂ പറഞ്ഞിട്ട് അത് ഇവിടെ കൊടുന്ന് വെച്ചുകൊണ്ട് ആ ഭാഗം ഒന്ന് അടിക്കാനും തുടയ്ക്കാനും പോകണ്ട പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും പോകേണ്ടി വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നന്നായിട്ട് വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ നല്ല കാറ്റുണ്ടാകും, പൊടിക്കാറ്റ്. ആ പൊടിക്കാറ്റ് ഈ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കൂടെയും അതിൻ്റെ ഉള്ളിൽ കൂടെയും ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയാൽ അതൊന്ന് അടിച്ചിട്ട് കിട്ടണമെങ്കിൽ നല്ല പണിയാണ്. പിന്നെ ഇവിടെ സിറ്റ് ഔട്ട് ഒരു മിഷ്യനുണ്ട്, ഒരു മേശുണ്ട്. അമ്മ തുന്നക്കാരിയാണ്, അപ്പോൾ രണ്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പൊടി പോയി അതൊക്കെ നേരെ പൊടി തട്ടിയിട്ട് വേണം അടിച്ചു വരാൻ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും അടിച്ചു വരും, ഞാനും നല്ല പൊടിയാണ്. അപ്പോൾ അതൊക്കെ അടിച്ചു വരി ഇട്ടു, ചവിട്ടിയൊക്കെ വിട്ടു. ചവിട്ടി അടിച്ചിട്ടപ്പോൾ അതിൻ്റെ അവിടെയും പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അടിച്ചോരി നല്ല വൃത്തിയാക്കി ശരിയാക്കി. പിന്നെ 2 ചവിട്ടിയാണ് ഞങ്ങൾ ആ സിറ്റ് ചവിട്ടി. അപ്പം എത്രയേ ഉള്ളൂ, ആ പണിയൊക്കെ കഴിഞ്ഞു. എന്താ പിന്നെ ഞാൻ പിന്നെയും പറയാൻ, എനിക്ക് ജലദോഷം ഉണ്ട്, അതിൻ്റെ എല്ലാ ഇതും ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ റൂമാണിത്. റൂമിൻ്റെ അടിയിൽ ഇതേമാതിരി നിറച്ചും പൊടി ഉണ്ടാവും. ഞങ്ങൾ ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് കിടക്കാറ്. കാരണം ചൂട് സഹിക്കാൻ വയ്യ. ഒരു ഫാൻ ഇട്ടിട്ട് കിടന്നിട്ടൊന്നും രാത്രി ഉറങ്ങാൻ കഴിയില്ല. അപ്പം ജനലൊക്കെ തുറന്നിടും. അപ്പം അതിന് കൂടിയും പൊടി വരുന്നത് കൊണ്ട് നിറച്ച് പൊടി ശല്യമാണ്. പിന്നെ കട്ടിൻ്റെ അടിയിൽ അടിച്ചു വരുമ്പോൾ എന്തൊക്കെ സാധനം അറിയോ, കുഞ്ഞിൻ്റെ കുറേ കളിപ്പാട്ടം, കുഞ്ഞിൻ്റെ ബുക്കും അതൊക്കെ അടിയിൽ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഓരോന്നായിട്ട് അടിച്ചോരി അതൊക്കെ എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ അടിച്ചു വരാൻ. കുഞ്ഞ് നല്ല ഉറക്കമാണ്. ഇതൊന്നും വീഡിയോ എടുക്കണമെന്നൊന്നും കുഞ്ഞ് കണ്ടിട്ടില്ല. അവൾ ഉറക്കമാണ്. രാവിലെ 7 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഫാൻ ഓഫാക്കിയിട്ട് അടിച്ചു വരണതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ മുക്കും മൂലയും അടിച്ചോരി നല്ല പണിയാണ്. അങ്ങനെ അതൊക്കെ അടിച്ചോരി കഴിഞ്ഞപ്പോൾ പിന്നെ തുടയ്ക്കാൻ ആദ്യം മറം തുടച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിലൊക്കെ തുടയ്ക്കുക. അതും ഇതേമാതിരി മിഷ്യൻ്റെ ചോട്ടിൽ കൂടെ മോപ്പ് പോകണം. അതേമാതിരി കസേരയുണ്ട്. അപ്പോൾ സിറ്റൗട്ട് അടിച്ചോരി തുടയ്ക്കണമെങ്കിൽ നല്ല പണിയാണ്. അതെന്തൊക്കെ വലിച്ചിട്ട് നീക്കിയിട്ട് വേണം തുടയ്ക്കാൻ. എല്ലാതും കൂടി മോപ്പ് എത്തണ്ടേ, ചെറിയ കൂടെ മോപ്പ് എത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കണം എന്നപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓരോന്നും എടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കി. പിന്നെ മരം വെച്ച ഭാഗത്തൊന്നും, ഈർന്ന് വെച്ച മരം വെച്ച ഭാഗത്തൊന്നും തുടയ്ക്കണ്ട. ബാക്കിയൊക്കെ തുടച്ച് വൃത്തിയാക്കി. കണ്ടോ, അവിടെ ഒരു മിഷ്യനുണ്ട്, പിന്നൊരു മേശുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ പോകണം നോക്കും. നല്ല പണിയാണ് തുടയ്ക്കാൻ. അവിടെ ആദ്യം തന്നെ തുടയ്ക്കാൻ നല്ല പണിയാണ്. ഞാൻ 2 നേരം തുടച്ചിട്ട് വേനൽക്കാലം. മഴക്കാലത്ത് ഒരു നേരം തുടങ്ങുള്ളൂ. കാരണം എനിക്ക് ഈ പൊടി കണ്ടാൽ, എനിക്ക് പൊതുവേ പൊടി അലർജി. അപ്പം ഞാൻ നേരെ അടിച്ചോരി വൃത്തിയാക്കും. പിന്നെ തുടയ്ക്കുകയും ചെയ്യും. തുടയ്ക്കേണ്ട ആവശ്യമില്ല, 2 നേരം ഞാൻ ചെയ്യും. അധിക വശം ചെയ്യും. സമയം കിട്ടുന്ന ദിവസമൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ തുടയ്ക്കൽ കഴിഞ്ഞു, ഫുള്ള് തുടയ്ക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീതന തുടയ്ക്കുകയാണ്. 2 അടുക്കള ഉണ്ടായത്. ഒരു അടുക്കളയിൽ പാചകം ചെയ്യണമെന്നില്ല, ഒരു അടുക്കളയിലാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ വീതനൊക്കെ തുടച്ച് വൃത്തിയൊക്കെ ഇട്ടുണ്ട്. ഉപ്പുമാവ് ചൂടാറാൻ അങ്ങനെ വെച്ചിട്ടാണ്. നിങ്ങൾ എന്താ അത് അടിച്ചിടാത്തെന്ന് ചോദിക്കില്ലേ, ഇപ്പോൾ കൊടുന്ന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ചൂടാറിയിട്ട് വേണം അച്ഛനമ്മയ്ക്കും കഴിക്കാം. അപ്പോൾ അതൊന്ന് അടച്ച് വയ്ക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അപ്പുറത്ത് ചക്ക വറുത്തതാണ്. ഞങ്ങൾക്ക് ചക്കയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വറുക്കും. ചക്ക കൂട്ടാൻ വെച്ച് തീരില്ലല്ലോ, അപ്പോൾ കുറച്ച് വറുക്കും. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞുവിനെ പോയി എണീക്കുകയാണ്. അപ്പോൾ കുഞ്ഞു എണീച്ചോളൂ, ഞാനും പിന്നെ അവിടെ കിടന്ന് ഉരുളുകയാണ്.
എന്നിട്ട് എണീച്ചു. എന്നിട്ട് ഇപ്പോൾ നമുക്ക് പല്ല് തേക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ എന്നെ എടുക്കണം പറഞ്ഞു. അപ്പോൾ അവളെന്നെ എടുത്തു. എന്നിട്ട് അവളെ കൊണ്ട് പല്ല് തേപ്പിക്കുന്നതാണ്. ആൾ സ്വയം പല്ലൊക്കെ തേക്കും കേട്ടോ. അങ്ങനെ പല്ല് തേക്കാൻ മടിയൊന്നുമില്ല. നല്ല കുട്ടിയായിട്ട് പല്ലൊക്കെ തേക്കും. പക്ഷേ മേലേക്ക് താഴേക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ചിലപ്പോൾ വൃത്തിയാവില്ലല്ലോ. ഒന്നുകൊണ്ട് തേക്കി പറയുമ്പോൾ പോകുന്നില്ല. അപ്പോഴേക്കും അത് കണ്ടപ്പോൾ തേച്ച് ശരിയല്ല വിചാരിച്ചിട്ട് ഞാനൊന്നും കൂടി പല്ല് നേരെ മേലേക്കും താഴത്തേക്കും ഒക്കെ പാടെ ബ്രഷ് ചെയ്ത് നാവടിച്ചിട്ട് കുഴിഞ്ഞു കൊടുക്കണത്. ആൾക്കാണെന്ന് വെച്ചാൽ നാവടിക്കണത് തീരെ പിടിക്കില്ല. ഞാനാ നാവടിക്കണത് പിടിക്കില്ല. റെക്കോർഡ് അടിക്കുമ്പോൾ വന്നു. അത് കഴിഞ്ഞ് അവളെ കഴിഞ്ഞ് അവൾ പോയി ടി വി കാണുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ തിരുമ്പിടാണ്ട്. നല്ല ചെറുതായിട്ട് ബെഡ്ഷീറ്റും 2 തലയണ കവറും ഉണ്ട്. പിന്നെ ഇന്നലത്തെ ഡ്രസ്സും ഉണ്ട്. അപ്പം അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നതാണ്. അത് കഴിഞ്ഞ് അതൊക്കെ തിരുമ്പിടൽ കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഞങ്ങൾ തോരടുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ലേ? അതൊക്കെ ഞാൻ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ തോരട്ട് വൃത്തിയാക്കുന്നതാണ്. അതൊക്കെ എൻ്റെ വേഗം കഴിയും. അപ്പോൾ അത് 7:30 എൻ്റെ കഴിഞ്ഞു. കാരണം വെയിൽ ഉദിച്ചാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. പണിയെടുക്കുമ്പോൾ ആകെ വേർത്ത് പോയി. എനിക്കാണെന്ന് വെച്ചെങ്കിൽ പണിയൊക്കെ വേഗം ഒരുങ്ങണം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കട്ടക്കലിപ്പിലാണ്. അപ്പം അത് ഒക്കെ കഴിഞ്ഞ് തോരടുന്ന ഓരോന്നും ഞാൻ പൊതുവെ ഇവിടെ തോരടാറില്ല. കാരണം വെയിലത്ത് നല്ല തോരട്ട ഡ്രസ്സ് നനക്കില്ല. അപ്പോൾ ഈ പൊതുപ്പും ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാവുകൊണ്ടാണ് ഇവിടെ മുറ്റത്ത് തോരണത്. അല്ലെങ്കിൽ ഞങ്ങൾ ചായപ്പിലാണ് ഞാൻ തോരടുക. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞൂന് കുളിപ്പിക്കുകയാണ്. അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് അവളെ തലയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ അവൾ തലയിൽ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവൾ പറയാം നമ്മൾ വീഡിയോ എടുക്കല്ലേ, ഞാൻ കുളിക്കാൻ പോകാമെന്ന് പറയട്ടെയാണ്. ഞാൻ ഈ പറഞ്ഞോന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുളിക്കാൻ പോകാമെന്ന് അറിയാണ് കുഞ്ഞും ഞാൻ വായ് എന്ന് പറഞ്ഞ് വരികയാണ്. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവൾ ഉപ്പുമാവ് കഴിക്കില്ല. കുഞ്ഞു എപ്പോഴേലും കഴിക്കുള്ളൂ. പിന്നെ കഞ്ഞിയാണ് അധികം കുടിക്കുക. അപ്പോൾ അവൾക്ക് കഞ്ഞി ഞാൻ ഉപ്പുമാവാണ് ചോറായിരുന്നു. അപ്പോൾ അവൾക്ക് കഞ്ഞി ഞാൻ ഉപ്പുമാവ് കഴിക്കുന്നതാണ്. അവൾ കൊച്ചു ടി വി കണ്ടുകൊണ്ടാണ് ഈ കഴിക്കുന്നത് മുഴുവൻ. കണ്ടില്ലേ? അവൾ അത് നോക്കുക, ആയം പൊളിച്ചിരിക്കും, എന്നിട്ട് ഓരോ വായിക്കും, എന്നിട്ട് അത് നോക്കിയിരിക്കും, വായും പൊളിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അവളുടെ അവസ്ഥ. അവളുടെ കഴിയുകയില്ല. അപ്പോൾ എൻ്റെ അങ്ങനെ കഴിഞ്ഞു. എൻ്റെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള പരിപാടിയാണ്. ഉച്ചയ്ക്ക് കുറച്ച് തറവാട്ടിൽ നിന്ന് കുട്ടിയച്ഛനും ചെറിയമ്മ കുറച്ച് വെണ്ടയ്ക്ക ഇന്നലെ തറവാട്ടിൽ നിന്ന് തന്നിരുന്നു. അവർ വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക പേരിക്ക് ഞങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ വെണ്ടയ്ക്കപ്പേരിയാണ് ഇന്ന്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ അങ്ങനെ നുറുക്കിയിടുന്നതാണ്. കാരണം കുറച്ച് വെണ്ടയ്ക്കാണെങ്കിൽ ഞങ്ങൾ സാമ്പാറിടും. ഇത് കുറേ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഉപ്പേരി വയ്ക്കാൻ വിചാരിച്ചു. നല്ല വെണ്ടയ്ക്കയാണ്, വീട്ടിലുണ്ടാക്കിയ വെണ്ടയ്ക്കല്ലേ, ഒരു വിഷബാധയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ തോനുണ്ട് കേട്ടോ, 2 കവറൊക്കെ വെണ്ടയ്ക്ക ഉണ്ട്. അപ്പം ഇന്ന് കുറച്ച് വെണ്ടയ്ക്ക വെച്ചു. പിന്നെ ഇവിടെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമല്ല വെണ്ടയ്ക്കപ്പേരി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം എടുത്തിട്ട് അതെ അച്ഛന് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് തോന്നത്തിൽ വെണ്ടയ്ക്കപ്പേരി വെച്ചു. അത് കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഞാൻ വെണ്ടയ്ക്കപ്പേരി വെക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ എന്താ ചോദിച്ചാൽ മുരിഞ്ഞ താളിച്ചതും വെണ്ടയ്ക്കപ്പേരിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വെണ്ടയ്ക്ക ഇങ്ങനെ നമ്മൾ പേരിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമല്ലോ, അതിൻ്റെ വഴുത്ത് കളയണമല്ലോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഒരാൾ വന്നു, കുഞ്ഞു വന്നിട്ട് എന്താ നോക്കുന്നത്. അപ്പോൾ എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിക്കണം. അമ്മ പൊട്ടിത്തെറിക്ക് മുഖം പൊള്ളും. ഒരു തവണ മുറുക്കുണ്ടാക്കിയിട്ട് എൻ്റെ മുഖം പൊള്ളിയിരുന്നു, എണ്ണ പൊട്ടിത്തെറിച്ചിട്ട്. അപ്പോൾ അവൾ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അവൾക്ക് കാണണില്ല പറഞ്ഞിട്ട് അവളെ എത്തി നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എണ്ണ പൊട്ടിത്തെറിക്കുകയും എത്തി നോക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ നോക്കി നിന്നുകൊണ്ടായി. മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം വാട്ടി അതിൻ്റെ വെള്ളമൊക്കെ പോയപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമല്ലോ. പിന്നെ നല്ല സവാള ഇട്ട് കൊടുത്ത് നല്ല ഇങ്ങനെ ആയിരിക്കും വെണ്ടയ്ക്കപ്പേരി. എനിക്കെല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വെണ്ടയ്ക്കപ്പേരി ഉണ്ടാക്കാറ് കേട്ടോ. അങ്ങനെ വെള്ളമൊന്നും ചേർക്കില്ല, അടച്ച് വെച്ചിട്ടാണ് വെണ്ടയ്ക്കപ്പേരി. നിങ്ങളെങ്ങനെ ഉണ്ടാക്കാമെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനങ്ങനെ ചെയ്യാറ്. നല്ല വാട്ടും, എന്നിട്ട് അടച്ച് വെച്ചിട്ട് അത് വേവിക്കുക ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ
ചെറിയ കനലിലാണ് ഉണ്ടാക്കുന്നത്, വലിയത് കത്തിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. അത് മദ്രസയിൽ വെച്ചിട്ട്, അമ്പലത്തിൽ വെച്ചിട്ടാണ് താലികെട്ട്, പക്ഷേ മദ്രസയിൽ വെച്ചിട്ടാണ് കല്യാണം. അതിൻ്റെ ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ പറയും എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്. ഞങ്ങൾ കല്യാണത്തിന് പോയി, ഭക്ഷണം കഴിച്ചു, നല്ല ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇതിൽ കുഞ്ഞുവിനെ എന്താ കാണുക വെച്ചാൽ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. കുഞ്ഞിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എൻ്റെ കൂടെ വരുമ്പോൾ ഈ ഒതുങ്ങിയിരിക്കണം, ചാടാനും മണ്ടാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എന്നെ കല്യാണത്തിന് കൊണ്ടുപോവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞു കരയൽ തന്നെയായിരുന്നു. അപ്പോൾ കുഞ്ഞ് വീഡിയോയിലൊന്നും പെട്ടില്ല, ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ മാത്രം വീഡിയോയിൽ പെടുത്തിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉച്ചയായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ. പിന്നെ വീഡിയോ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കല്യാണം പണിയും ചെക്കനൊക്കെ അതിൽ പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു, നേരെ വീട്ടിലേക്ക് വന്നു. നല്ല ചൂടായിരുന്നു, വീട്ടിൽ കറണ്ടും ഉണ്ട്, എന്താകെ ദേഷ്യം വന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ, ഇത് ഞങ്ങളുടെ എന്താ പറയുക വഴിയാണ്, വീട്ടിലേക്ക് വരുന്ന വഴി, ഗേറ്റും വഴി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ. അപ്പോൾ അത് അടിച്ചു വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. നിറച്ചും കുപ്പയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെയും നിറച്ച് കുപ്പുണ്ട്. അപ്പോൾ നമുക്ക് നിറച്ചും വഴിയുണ്ട്, അടിച്ചു വരാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ അത് നമ്മളെ ക്യാമറ പിടിക്കുന്നത് ആരാന്നറിയുമോ? സ്റ്റാൻഡിലൊന്നല്ല വെച്ചിട്ടുണ്ട്, കുഞ്ഞാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത് കേട്ടോ ഗൈസ്, കുഞ്ഞു. അപ്പോൾ അതാണ് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകണ്. അപ്പോൾ കുറേ ഉപ്പുണ്ട്, അപ്പോൾ അതൊക്കെ അടിച്ചോരിട്ട് കുറേ കഴുങ്ങിൻ്റെ ചോട്ടിലിടുന്നുണ്ട്. അതേമാതിരി പിന്നീട് ഈ പ്ലാവ് നിറച്ചും, ഈ പ്ലാവുണ്ട് ഞങ്ങൾക്ക് മുറ്റത്തന്നെ വഴിയിൽ, അപ്പോൾ അതിൽ നിറച്ചും കുപ്പയാണ്. അപ്പോൾ അങ്ങനെ അടിച്ചു വരണത് അപ്പോൾ ഈ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കല്ലിൻ്റെ പോട്ടിൻ്റെ ഇടയിലൊക്കെ പ്ലാവിൻ്റെ ഇല പോയിട്ടും കണ്ടോ. കുഞ്ഞ് വീഡിയോ എടുക്കണ പരിപാടിയാണ്, വാഴത്തോട്ടം, വാഴൻ്റെ ചൂടൊക്കെ കാണിക്കുകയാണ്. ക്യാമറ നേരെ പിടിക്കടാ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കേൾക്കില്ല. കുഞ്ഞ് കളിച്ചിട്ട് പിടിക്കണ്ടമ്മ എന്നൊക്കെ പറയും. എന്നിട്ട് നിൻ്റെ വീഡിയോ പെടുന്നില്ല, അതൊന്നും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു. അങ്ങനെ അടിച്ചു വരണതാണ്. ഇത് വൈകുന്നേരമാണ്, കുറേ അടിച്ചു വരാനുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അത് കാണുന്നോണ്ടിരിക്കണില്ലേ, അതാണ് ഞങ്ങളുടെ പുതിയ വീട്. അവിടെയാണ് കേട്ടിന് ഇപ്പോൾ താമസിക്കുന്ന വീട് കുറച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചട്ടിയും പാത്രമൊക്കെ കഴുകാനുണ്ട്. ഞങ്ങൾ അടുപ്പിലാണ് എല്ലാം വയ്ക്കുക. അപ്പോൾ ചക്കാപ്പേരി വെച്ചിരുന്നു, അപ്പോൾ അതിൻ്റെ ചട്ടിയും അത് വറുത്തിട്ട ചട്ടിയൊക്കെ പാടെ കഴുകണം. അതും ക്യാമറ നേരെ പിടിക്കണമൊന്നുമില്ല, അത് ആടിട്ടും കാണിച്ചുകൊണ്ട്, അത് മുന്നേ പിടിക്കണം, അത് പിടിച്ചോണ്ടിരിക്കുന്നു. കണ്ടില്ല, നേരെ പിടിക്കണില്ല, അത് കരിയാണ്. കരിയിട്ടിട്ട് ചളിയൊക്കെ കഴുകി പാത്രം കഴുകണതാണ്. നല്ല കരിയുള്ള പാത്രമാണ്, അപ്പോൾ അത് നേരെ വെണ്ണീറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയാലാണ് ആ കരി പോവുള്ളൂ. അപ്പം ഞങ്ങളത് ഉള്ളിൽ കഴുകില്ല, അത് കണ്ടില്ലേ കിണറിൻ്റെ വക്കത്തുണ്ടാവും, അങ്ങനെ അവിടെ കഴുകുള്ളൂ. കരിയുള്ള പാത്രമൊക്കെ സിങ്കിലിട്ട് കഴുകിയ അത് കഴുകാനുള്ള വേറെ പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കരിയുള്ള പാത്രമൊക്കെ പുറത്തും, അല്ലാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉള്ളിലും കഴുകുക ചെയ്യും. കുഞ്ഞ് ക്യാമറ പിടിക്കാനുണ്ടാണ് ഈ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെണ്ടയ്ക്ക വാങ്ങാൻ പോയപ്പോൾ അവിടെ നിറച്ച് പുളിമാങ്ങ ഉണ്ട് തറവാട്ടിൽ. അപ്പം ചെറിയമ്മ നല്ല പുളിമാങ്ങ തന്നു. അപ്പോൾ ഞാൻ പുളിമാങ്ങ തിന്നണതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കുഞ്ഞ് പറയുന്നത് നല്ല പോസിക്കമ്മ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാമ്മ എന്നൊക്കെ പറയണം. കുഞ്ഞാണ് വീഡിയോ എടുക്കുന്നത്, അതാണ് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുളിമാങ്ങ, നല്ല മധുരമുള്ള പുളിമാങ്ങയാണ്. അതൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ. കുഞ്ഞും കഴിച്ചു. കുഞ്ഞിന് പക്ഷേ അങ്ങനെ കടിച്ച് തിന്നണത് ഇഷ്ടമല്ല. കുഞ്ഞിന് ഞങ്ങളിങ്ങനെ ചെത്തി കൊടുക്കണം. പക്ഷേ ഈ പുളിമാങ്ങ ഇങ്ങനെ കടിച്ച് തിന്നണ ടേസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറയാം അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമുള്ള പുളിമാങ്ങ കേട്ടോ. അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ കയ്യിൽ സൂപ്പറായി എന്ന് പറയാറ്. അപ്പം അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് ഉപ്പേരിയാണ്, കയ്പ്പയ്ക്ക ഉപ്പേരി. ഇപ്പോഴും കുഞ്ഞു തന്നെയാണ് ക്യാമറ പിടിക്കുന്നത്, അതാണ് ഇങ്ങനെ വീഡിയോ ഇളകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കയ്പ്പയ്ക്കപ്പേരി ഓട്സാണ്, എനിക്ക് കയ്പ്പയ്ക്കപ്പേരി ചോറാണ്, അച്ഛനും അമ്മയ്ക്കും കയ്പ്പയ്ക്കപ്പേരി ഓട്സാണ്. അപ്പോൾ അതാണ് അത് വൈകുന്നേരത്തേക്കുള്ള കയ്പ്പയ്ക്കപ്പേരി. അതൊക്കെ നോക്കുന്നതാണ്. ഈ കുഞ്ഞു ക്യാമറ എടുത്തുകൊണ്ടാണ് അങ്ങ് ഇളകിക്കൊണ്ടിരിക്കുന്നത്. ചെറുതായി നുറുക്കിയാലല്ലേ കയ്പ്പയ്ക്കപ്പേരി ടേസ്റ്റ്. അത് കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് തിരുമ്പിയിൽ നമ്മൾ രാവിലെ തിരുമ്പിയ കുറേ ഡ്രസ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് ഇതൊക്കെ നന്നായിട്ട് മടക്കി വയ്ക്കുന്ന പരിപാടിയാണ്. ഇതൊക്കെ എൻ്റെ നല്ല ഡ്രസ്സാണ്, അപ്പോൾ അതൊക്കെ നേരെ മടക്കി വെച്ച് നമ്മൾ അലമാറയിൽ വയ്ക്കും. കുറേ അല്ലാത്ത ഡ്രസ്സുണ്ട്,
അതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത് കൂട്ടിലും വെക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മടക്കണതാണ് നമ്മൾ കാണുന്നത്. മടക്കി നന്നായി വെക്കണം. എനിക്കിങ്ങനെ അലങ്കോലമായിട്ട് ഇടണമെന്നും ഇഷ്ടമല്ല. എനിക്ക് നല്ല ചന്തത്തിന് മടക്കി വെക്കുന്നതും അങ്ങനെയൊക്കെ ഇഷ്ടം. അത് അലങ്കോലമായിട്ട് നടക്കണമെന്നൊന്നും അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കുഞ്ഞിങ്ങനെ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഡ്രസ്സ് എന്താ എൻ്റെ ഡ്രസ്സ് ഇവിടെ കാണാനില്ലല്ലോ അമ്മ, എൻ്റെ ഡ്രസ്സ് ഇവിടെ കാണാനില്ലല്ലോ അമ്മയുടെ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രസ്സ് ഇവിടെ ഉണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം കുഞ്ഞു പറയുന്നുണ്ട് എൻ്റെ ഡ്രസ്സ് എന്തിനാണ് കൊടുന്നത്, ഞാൻ കൊണ്ടുവരില്ലേ അമ്മ, എന്തിനതൊക്കെ കൊടുന്നത്, കുഞ്ഞുവിൻ്റെ ഡ്രസ്സ് കുഞ്ഞല്ലേ മടക്കി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചറിയുന്നുണ്ട്. അപ്പം അതൊന്നും ഞാൻ അതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഡ്രസ്സ് ഞാൻ മടക്കി വയ്ക്കുന്നതാണ്. കുഞ്ഞു അപ്പം വരും. കുഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ അതാ വന്നു. എന്നിട്ട് കുഞ്ഞ് എൻ്റെ ഡ്രസ്സ് പറഞ്ഞിട്ട് കരഞ്ഞെടുക്കുക, അതിൻ്റെ ഡ്രസ്സ് അതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ മടക്കി വയ്ക്കാൻ നിൽക്കുകയാണ് അവളുടെ ഡ്രസ്സൊക്കെ. അപ്പോൾ നമ്മൾ വേഗം മടക്കി വയ്ക്കുക, നമുക്ക് വേഗം മേലെഴുകിയിട്ട് വേണം, മേലേക്കാരായി 6 മണി കഴിഞ്ഞു എന്നൊക്കെ പറയാം. അപ്പോൾ അവളുടെ ഡ്രസ്സ് അവൾ ഓരോന്നും എണ്ണിപ്പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വേഗം മടക്കി വയ്ക്കുക പറഞ്ഞു. ഞാൻ അവളെ സഹായിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇതൊന്ന് വൈകുന്നേരം ഇടാനുള്ള ഡ്രസ്സാണ്, ഇത് മടക്കി വയ്ക്കണ്ട, ഇത് ഞാൻ മടക്കി വെച്ചതാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു വേഗം മടക്കി വയ്ക്കുക എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ മടക്കി വയ്ക്കുന്നതാണ്. അവളുടെ ഡ്രസ്സ് കുറേ ഉണ്ടാവുമല്ലോ, കുട്ടികളുടെ ഡ്രസ്സ്. അപ്പം അത് ഓരോന്ന് നന്നിപ്പുറങ്ങായിട്ട് മടക്കി വയ്ക്കുകയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മേലെ കഴുകാൻ സമയമായി. അപ്പോൾ അവൾ പറയും ഇന്ന് ഇടണം പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു അവൾക്ക്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വൈകുന്നേരം കോട്ടൻ്റെ എന്തെങ്കിലും ഇടുക നല്ല സുഖമില്ല, അല്ലെങ്കിൽ ചൂട് പിടിച്ചതാകും പറഞ്ഞു. അപ്പോൾ അവൾ ഒരു ബനിയൻ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടിച്ചു വരുന്നതാണ്. ഉള്ളിൽ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചു വരണം. നിറച്ചു അവളെ കളിപ്പാട്ടാണ്, സൈക്കിള്, ബൊമ്മ, അത് ഇതൊക്കെ. അപ്പോൾ കുഞ്ഞോ വന്നതൊക്കെ എടുത്ത് വയ്ക്കുകയും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് വരുന്നില്ല. അപ്പം ഞാൻ അവിടെ വിളിച്ചറിയും, ഇത് വന്നെടുത്ത് ഞാൻ തൊടിക്ക് വിളിച്ചറിയും, വന്നെടുത്തോ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആൾ വന്നിട്ട് അവളെ ബൊമ്മയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. കാണുന്നുണ്ടോ അറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടിച്ചു വരുമ്പോഴേക്ക് ഒക്കെ എടുത്ത് വയ്ക്കണം, അല്ലെങ്കിൽ അത് അടിച്ചു വരുമ്പോൾ പ്രാന്തം ദേഷ്യം വരും. ഇത് കുറേ ബൊമ്മയും അതൊന്നും മാറ്റിയിട്ട്. അപ്പം അങ്ങനെ ആളടിച്ചു വരുന്നതാണ്. പിന്നെ മേശ കസാരൊക്കെ എടുത്ത് അടിച്ചു വരികയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഈ മേശ പുറത്ത് ഇത്രയും കാസ്ട്രോളും ചെമ്പും പാത്രമൊക്കെയാണ്. അതായത് ഇവിടെ കുരങ്ങിൻ്റെ ശല്യം നല്ല ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾ ഈ അടച്ച് ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നേരെ മേശപ്പുറത്ത് കൊണ്ടു വയ്ക്കും, അടുക്കിലാക്കിയിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചോറ് കഴിക്കാൻ കിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ കുരങ്ങന്മാർ ഓട് പൊളിച്ചിട്ട് വീട്ടിലേക്ക് വരും. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ വെച്ചുണ്ടാക്കിയ ചോറൊക്കെ അവർ കൈയിട്ട് വിളമ്പും. പിന്നെ അതൊന്നിനും പറ്റില്ലല്ലോ. അങ്ങനെ 2-3 തവണ അനുഭവം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഒക്കെ മേശപ്പുറത്ത് കൊണ്ടു വയ്ക്കും. അടുക്കളയിൽ ഇതിലാന്നെടുത്താത്തതുകൊണ്ട് ഒക്കെ അവർക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഹാളിൽ പിന്നെ അതൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ നിരത്തി വയ്ക്കുക ചെയ്യും. അത് കഴിഞ്ഞ് വിളക്കൊളുത്തി കട്ടണത് അമ്മയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴുകിയിട്ട് പിന്നെയും ഞാൻ എന്താ വിളക്ക് കത്തിക്കുന്നതല്ലേ, നമ്മുടെ വിളക്കൊളുത്തി കട്ടമേ വിളക്ക് കെടുത്തും, അല്ലെങ്കിൽ അത് കരി കടിക്കുള്ളൂ അറിഞ്ഞിട്ട്. പിന്നെ തന്നെ കേട്ടണം നന്നല്ല അറിഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് കാറ്റ് വീശുമ്പോൾ കേട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അമ്മ തന്നെ വിളക്കൊളുത്തി കട്ടും, അപ്പം തന്നെ അത് ദീപം കെടുത്തും. എന്നിട്ട് പിന്നെ ഞങ്ങളത് കത്തിക്കുന്നത്. അപ്പം തീപ്പെട്ടി കാണാനല്ല അറിഞ്ഞപ്പോൾ ലൈറ്റർ കുഞ്ഞു കൊടുന്നു. അപ്പം അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു ഞാൻ പാട്ടീനെ കാണാനല്ല അറിഞ്ഞിട്ട് കുഞ്ഞു കുറേ സ്റ്റൂളിൻ്റെ മേലെ കയറി. പിന്നെയും കയറണമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മണ്ടയിലൊക്കെ കയറിയിരുന്നു. ഞാൻ ഉറപ്പിച്ചു നമസ്കാരമൊക്കെ ചൊല്ലിക്കൊടുക്കുകയാണ്. പിന്നെ ഇതാ പിടിച്ച് കയറി. എന്നിട്ട് തൊഴുകെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീഴുള്ളൂ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അങ്ങനെ തൊഴുകലൊക്കെ കഴിഞ്ഞു. നല്ല ഭവന്ന് വെത്തലേന്ന് പേടിച്ചളായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞു പ്രാർത്ഥിച്ചു, അവളെ ഇറക്കി. അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. പിന്നെ ഞാൻ ആ വിളക്ക് കെടുത്തി, ദീപം കെടുത്തിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 7:30 ആയപ്പോൾ ആളത് കഴിഞ്ഞിട്ട് ഇരുന്ന് കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാർട്ടൂൺ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചോറ് കൊണ്ടുകൊടുത്തു. അപ്പോൾ അവൾക്ക് അത് വാരി കൊടുക്കണം, അമ്മ വാരി തന്നാൽ മതി, ഞാനൊക്കെ കഴിക്കില്ല പറഞ്ഞു. ശരി ഞാൻ വാരി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വാരി കൊടുക്കണം. അന്ന് അവൾക്ക് മുട്ടയാണ് ചോറിൻ്റെ കൂടെ, ആംപ്ലേറ്റ്. അപ്പോൾ അവൾക്കിങ്ങനെ ഓരോ
വാരി കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു വായിൽ വെച്ചുകൊണ്ട് ടി വിയും കണ്ടുകൊണ്ട് ഇതൊക്കെ ദേഷ്യം വരും, ഞാൻ വാരി തരുമ്പോൾ വേഗം കഴിക്കണം, അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് കഴിച്ചോന്ന് ഞങ്ങളോട് പറയും. ദേഷ്യമാണ് ഈ വായിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ അവർക്ക് കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഡേ മൈ ലൈഫ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് പിന്നെ ഇനി അടുത്തൊരു ദിവസം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ബായ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരുന്നതായി.